റിപ്പോർട്ടർ ഇംപാക്ട് MVD ക്ഷേമനിധി തട്ടിപ്പിൽ സമഗ്രാന്വേഷണത്തിന് വിജിലൻസിന് ഗതാഗത കമ്മീഷണറുടെ കത്ത്. ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ഇടപാടുകളും തട്ടിപ്പിലെ പങ്കും അന്വേഷിക്കണമെന്ന ആവശ്യം. തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ കൊല്ലം ആലുവ ഓഫീസുകളിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ഇടനിലക്കാർക്കും പങ്കുണ്ടെന്നുള്ളതാണ് കണ്ടെത്തൽ. ക്ഷേമനിധി കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് വിലക്ക് മറികടന്ന് ഉദ്യോഗസ്ഥർ വഴിവിട്ട് സേവനം നൽകിയ വാർത്ത റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, എന്തായാലും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അമാതു, ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടർ TV ആയിരുന്നു. അതായത് ഈ സേവന നികുതി കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് സോഫ്റ്റ്വെയർ, അതായത് വാഹൻ സോഫ്റ്റ്വെയറിലെ പഴുതുകൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ തന്നെ അത് അട്ടിമറിച്ചുകൊണ്ട് ഇത് ശരിയാക്കി നൽകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് അവരുടെ തന്നെ ഒരു ഇന്റേണൽ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തുകയും ചെയ്തത്. ഇതിനുവേണ്ടി മാത്രം ഒരു ഉദ്യോഗസ്ഥ ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. മാത്രമല്ല, ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇത്തരത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ 2 ജില്ലകളിൽ മാത്രമായിരുന്നു കണ്ടെത്തിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് നടത്തിയ പരിശോധനയിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ക്ഷേമനിധി ഫണ്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഒരു തട്ടിപ്പ് എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിജിലൻസിന് നൽകിയിട്ടുള്ള കത്തിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു വലിയ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായൊരു അന്വേഷണം വേണം, അത് വിജിലൻസ് തന്നെ നടത്തണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ വിജിലൻസിന് നൽകിയിട്ടുള്ള കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതിന്റെ ഭാഗമായി വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു അഴിമതിയാണ് ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇടനിലക്കാരും ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ ക്ഷേമനിധി ബോർഡിൽ വാഹനങ്ങൾ അവരുടെ ക്ഷേമനിധി അടച്ചാൽ മാത്രമാണ് അവർക്ക് റോഡുകളിൽ വാഹനവുമായി ഇറങ്ങാൻ സാധിക്കുക എന്നുള്ളത്. ഇത് അട്ടിമറിക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥർ തന്നെ പരിവാഹൻ സൈറ്റുകളിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലുള്ള പഴുതുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത് വലിയ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ്. കാരണം ഇത്തരത്തിൽ വലിയ തരത്തിൽ ഈ കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി പണമാണ് ഏജന്റ് മുഖാന്തരം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ മേടിച്ചെടുത്തത് അല്ലെങ്കിൽ വാങ്ങിയെടുത്തത് കൈപ്പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. ക്ഷേമനിധി തട്ടിപ്പിലാണ് സമഗ്ര അന്വേഷണത്തിന് വിജിലൻസിന് ഗതാഗത കമ്മീഷണറുടെ കത്ത് ലഭ്യമാക്കിയിരിക്കുന്നത്.